Brampton food truck festival. Pallina varuna vazhikku nammal road side lo just oru board kandana. Board kanda nere nammal parappichu ingotu vannu kaniyappattekku satyam പറഞ്ഞാൽ എനിക്ക് അത് നിങ്ങളെ കാണിക്കാതിരിക്കാനായിട്ട് തോന്നിയില്ല. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഒരുമിച്ച് പോയി അകത്തേക്ക് ഇവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് പോയി കണ്ടാലോ. അപ്പോൾ come on. When life gives you milkshake ഇട്ടതല്ലേ, അപ്പോൾ നമുക്ക് ഷേക്ക് തന്നെ അങ്ങ് പറഞ്ഞാലോ. ഓറിയോ കുക്കീസ് ആൻഡ് ക്രീം നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിച്ച് നമ്മൾ ഇന്നത്തെ കലാപരിപാടി അങ്ങ് സ്റ്റാർട്ട് ചെയ്യുക. നമ്മളിപ്പോൾ ഉള്ളത് ഒരു സ്പാനിഷ് ഫുഡ് കൗണ്ടറിലാണ്. ഇവിടെ രണ്ടുമൂന്ന് ഐറ്റംസ് ഉണ്ട്. എല്ലാം കൂടെ പരീക്ഷിക്കാനുള്ള ശക്തിയൊന്നും എനിക്കില്ല. അതുകൊണ്ട് ഇതിൽ ഏതെങ്കിലും ഒരു ഐറ്റം നമുക്കിപ്പോൾ പരീക്ഷിക്കാം. It's chicken, beef, and chicken and rice with beans. Okay. Oh, this black one is beef. Yeah, it's beef. Okay. And this one? It's pulled pork. Pulled pork. Okay. So please give me this paella seafood. Yeah, this is with with mussels. Mussels, prawns and shrimps, baby octopus. Oh, okay. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത് ഇവിടുത്തെ പായല സീ ഫുഡ് എന്ന് പറയുന്ന ഒരു ഡിഷാണ്. അതിൻ്റെ അകത്ത് നമ്മുടെ കല്ലുമ്മക്കായ, പ്രോൺസ്, പിന്നെ ബേബി ഓക്ടോപ്പസ് ഇതൊക്കെയാണ് ഇതിൻ്റെ ഉള്ളത് വരുന്നത്. എങ്ങനെയുണ്ടെന്ന് നമുക്ക് പരീക്ഷിച്ച് നോക്കാം. ഇത് റൈസ് തന്നെ ചിക്കനും പിന്നെ ബീഫ് സോസേജും പിന്നെ ബ്ലാക്ക് ബീൻസും ഉള്ളത്. ഇത് പോർക്കിൻ്റെ പുൾ പോർക്കാന്നാണ് പറഞ്ഞത്. താങ്ക് യു സോ മച്ച്. അപ്പം നമ്മുടെ സ്പാനിഷ് ഫുഡ് പരീക്ഷണം ഇവിടെ തുടങ്ങുകയാണ്. നമ്മുടെ പായല സീ ഫുഡ് എന്താകുമെന്ന് തമ്മിലാണ് മാത്രം അറിയാം. ഫസ്റ്റ് ബൈറ്റ്. കുഴപ്പമില്ല കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. കൊള്ളാം, കുഴപ്പമില്ല. ഭയങ്കര നമുക്ക് കഴിക്കാൻ പറ്റാത്ത ഒരു ടേസ്റ്റ് ഒന്നുമില്ല. നമ്മൾ നല്ലതാ ഈ പ്രോൺസിൻ്റെയും ഓക്ടോപ്പസിൻ്റെയും സീ ഫുഡിൽ മിക്സ് ചെയ്തേക്കുന്ന റൈസ് ഇല്ലേ, അത്ര തന്നെ ഉള്ളൂ. അല്ലാണ്ട് വേറെ ഭയങ്കര ഇതൊന്നുമില്ല. ഒട്ടും സ്പൈസി അല്ല. പക്ഷേ ഇതിനെല്ലാം കൂടി ഒരു ഫ്ലേവർ വന്ന് പിന്നെ ഇവർക്ക് എന്തൊക്കെ ഒരു സോസ് കൂടി വന്നപ്പോൾ കൊള്ളാം. ഇതും എന്തായാലും സക്സസ് ആയിട്ടുണ്ട്. അടിപൊളി. നമ്മുടെ ഡിഷ് ഒട്ടും സ്പൈസി അല്ലെന്ന് പറഞ്ഞില്ലേ, ഇതിൻ്റെ കൂടെ കഴിക്കാൻ ഒരു സ്പൈസി സോസും കൂടി ഉണ്ട് കേട്ടോ. അതും കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഒരു ബൈറ്റ് കഴിച്ച് നോക്കാം. ഒരു സൈഡിൽ ഞാൻ ഇടുന്നുള്ളൂ. എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ നമുക്ക് ഇച്ചിരി നാരങ്ങയും കൂടി പിഴിഞ്ഞ് വെച്ചിട്ട് അങ്ങനെ ഒരു ബൈറ്റും കൂടി എടുത്ത് നോക്കട്ടെ. അങ്ങനെയുണ്ടെന്ന് എന്തൊക്കെ പരീക്ഷണങ്ങളാണോ തമ്പുരാനെ. അയ്യോ, ഈ സോസ് ഒഴിച്ചപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് തോന്നുന്നു കേട്ടോ. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. മുളക് പൊടിയും കുറച്ച് ഉപ്പും വെളിച്ചെണ്ണയും ഇച്ചിരി വിനീഗറും ആണെന്ന് തോന്നുന്നു.
ആ ഒരു ടേസ്റ്റൊക്കെയാണ് കിട്ടിയത്. എന്തായാലും സംഭവം കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. സോസ് ഒഴിച്ചപ്പോഴാണ് ഇതൊന്നും കൂടി ടേസ്റ്റ് കേട്ടോ. അപ്പോൾ നമ്മുടെ പായല സീ ഫുഡ് ഇവിടെ സക്സസ് ആയിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഒക്ടോപ്പസ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് കഴിച്ചു നോക്കേണ്ട താമസമേ ഉള്ളൂ. വാ, വേഗം തന്നെ. നല്ല തണുത്ത ക്ലൈമറ്റ് ആണ്, നല്ല കിട്ടു വൈബാണ് കേട്ടോ. ഇവിടെ ഫുള്ള് ആൾക്കാർ ഇതുപോലെ മേടിച്ചിട്ട് ഇവിടെ സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ് എല്ലാം ഉണ്ട്. അവിടെ ഇരുന്നിട്ട് എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് ഓരോ കടയിൽ നിന്നും ഓരോ ഡിഷസിന്റെ മണം വന്നിട്ട് നമുക്ക് തന്നെ സത്യം പറഞ്ഞാൽ കൺഫ്യൂഷൻ ആയിരുന്നു എന്ത് ഓർഡർ ചെയ്യണമെന്നുള്ളത്. പക്ഷേ ഇതിപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് കഴിച്ചു നോക്കാം. അപ്പൊ നമ്മുടെ ജാപ്പനീസ് ഫുഡ് ടേസ്റ്റിംഗ് ടൈമാണ്. അപ്പൊ നമ്മൾ ഒക്ടോപ്പസിനെ വായിലോട്ട് വെച്ച് ഇതാ കഴിക്കാൻ പോവാണ്. കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. ഒക്ടോപ്പസ് ഓഫ് കോഴ്സ് ഒരു ചൂവി ആയിരിക്കും, പക്ഷേ ഇവർ ഇട്ടേക്കുന്ന എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണെന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരു എരിവും പുളിയും ഉപ്പും പിന്നെ എന്തോ ഒരു സ്പെഷ്യൽ സോസിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് വന്നിട്ട് സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ച കുളമായിരിക്കും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാണ്, പക്ഷേ കൊള്ളാം കേട്ടോ. കണ്ടോ, ഒരു ചൂവിയാണ്, വളരെ കടിക്കുമ്പോൾ നന്നായിട്ട് സോഫ്റ്റായിട്ട് കഴിക്കാൻ പറ്റുന്നുണ്ട്. കൊള്ളാം, അടിപൊളി. ഈ ഇടയ്ക്കായിട്ട് എന്താണെന്ന് അറിയത്തില്ല, പരീക്ഷണങ്ങളെല്ലാം സക്സസ് ആവുന്നുണ്ട്. നമുക്ക് അടുത്ത ഐറ്റം കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. ഏകദേശം സെയിം ടേസ്റ്റ് ആണ്, പക്ഷേ ഇത് ഈ റൗണ്ട് ഭാഗത്തിന് കുറച്ചും കൂടി മറ്റേ കുറച്ചുകൂടി സോഫ്റ്റ് ആയിരുന്നു. ഇത് കുറച്ചുകൂടി ഹാർഡാണേ.
നമ്മൾ ഈ കബാബ്സ് ഒന്നും തിന്നുന്ന ടേസ്റ്റ് അല്ല, നല്ലൊരു മധുരവും ഉണ്ട് കേട്ടോ ഇതിന്. മധുരവും എരിവും പുളി ഉപ്പിന്റെയും കൂടി എല്ലാം കൂടി ഒരു കോമ്പിനേഷൻ വരുമ്പോഴത്തേക്കും അടിപൊളി. ഇതിപ്പോ ടേസ്റ്റ് നോക്കി മുഴുവൻ ഞാൻ തന്നെ നിന്ന് ഓർക്കണം തോന്നുന്നത് പോരും. ഓക്കെ, അടിപൊളി. അപ്പൊ എന്തായാലും സക്സസ് ആയിട്ടുണ്ട്. കുഴപ്പമില്ല, ഇതൊരു നോർമൽ ഒരു ടേസ്റ്റ്. പക്ഷെ ആ ഉണ്ടാക്കുന്ന ഒരു ഇതെല്ലാം ഭയങ്കര രസമല്ലായിരുന്നു, അത് കാണാനും എല്ലാമായിട്ട്. അത് ആ ഒരു ഇൻട്രസ്റ്റിൻ്റെ പുറത്താണ് സത്യം പറഞ്ഞത് ഇത് മേടിച്ചത്. പക്ഷെ കൊള്ളാം കേട്ടോ. എന്തായാലും പരീക്ഷിച്ചൊന്നും വെറുതെ ആയില്ല, അടിപൊളി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഫുഡ് ഫെസ്റ്റിവലിൻ്റെ വ്ളോഗിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ വ്ളോഗെല്ലാം കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.